കൊടുക്കാത്ത ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഇവിടെ നല്ലൊരു കാറ്റും മഴയൊക്കെ ഉണ്ടേനി കേട്ടോ. അതിന്റെ പരിണിത ഫലമായിട്ട് നമ്മളിവിടുത്തെ ഷീറ്റൊക്കെ പറഞ്ഞിങ്ങോട്ട് പോന്നിട്ടുണ്ടേനി. അതൊക്കെ ഞാൻ വലിച്ചു കെട്ടി. പിന്നെ ഇന്നലെ പത്തിരി ചുട്ടോണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ പത്തിരി ചുട്ട് പകുതി ആയിട്ടുള്ളേനി. അപ്പോഴാണ് കാറ്റും മഴ നല്ലോണം വന്നു കണ്ട് പിന്നെ ഞാൻ പത്തിരി എടുത്തൊരു ഓട്ടേനി. ചട്ടിയൊന്നും പിന്നെ ഞാൻ നോക്കിയില്ല കേട്ടോ, അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ രാവിലെ ആയപ്പോൾ നമ്മള് ചട്ടി ഒന്ന് തേച്ചരച്ച് കഴുകിയാണ്ട് എടുത്ത് വെക്കട്ടെ, പിന്നെ നമുക്ക് പത്തിരി ചുടാനുള്ളതല്ലേ. അപ്പൊ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കലൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇലയൊക്കെ ചാടി ആകെ മിച്ച് കലമ്പായിക്കണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് ക്ലീനിങ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തലില്ലല്ലോ. അപ്പൊ ഇന്ന് എന്തായാലും വിചാരിച്ചു രാവിലത്തെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഇങ്ങോട്ട് ഉൾപ്പെടുത്താന്നുള്ളത്. എന്നിട്ട് പിന്നെ നമ്മളെ നോമ്പിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വിറകൊക്കെ ആകെ കാറ്റടിച്ച് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ വിറക് വെച്ചോടത്തേക്കൊന്നും മഴയൊന്നും വല്ലാതെ കൊള്ളൂല, പക്ഷേ കാറ്റടിച്ചിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് വരെ വെള്ളം വന്നേനു. അമ്മാതിരി കേട്ടോ ചീറ്റല്. ഇനിയിപ്പോ എന്താ, മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുക്കണം. മുറ്റുണ്ടല്ലോ എല്ലാ ദിവസം എല്ലായിടൊന്നും അടിച്ചു വരി എത്തലില്ല കേട്ടോ. ഒരു ദിവസം ഈ വാക്കാണെങ്കിൽ ഒരു ദിവസം ഫ്രണ്ട് കൂടെ, അങ്ങനെയൊക്കെയാണ് ഇഞ്ച മുറ്റടി. കാരണം ഇഷ്ടംപോലെ അടിച്ചു വരാനുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പൊ മുറ്റടിച്ചുകൊണ്ട കാര്യത്തിൽ. ഇന്നാണെങ്കിൽ ഫുൾ അടിച്ചു വരണം. അവിടെ ഇവിടെ എല്ലായിടത്തും കാറ്റടിച്ച് ഇഷ്ടം പോലെ ഇലകളും ചാടിക്കണേ. മറ്റേ മുന്നിലധികം അടിച്ചു വരാൻ ഉണ്ടാവില്ല കേട്ടോ മുറ്റം. കാരണം ഇപ്പോൾ മരങ്ങളൊക്കെ അടിഞ്ഞതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഇല്ലതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഞാൻ അകത്ത് കയറിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പം ചൂടാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിക്കുള്ള അരി വെള്ളത്തിലിട്ട് കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ടേ കരണ്ടില്ല. പിന്നെ എന്തിനും കിളി പറയുകയാണ് അപ്പത്തിന് അരി വെള്ളത്തിലിട്ടത് നാവോ. ഇവിടെ രണ്ട് നോമ്പുകള്ളന്മാര് ചായ ഒഴിച്ചുകൊണ്ടിരിക്കണേ. അത് നോക്കി നിൽക്കാൻ ഒരു പൂച്ചക്കൂട്ടനും ഉണ്ട് കേട്ടോ. അപ്പൊ അജുവ ഇന്നലെ രാത്രി ചെറിയൊരു പനി, അതുകൊണ്ട് ഇപ്പൊ ഇന്ന് നോൽമ്പൊലിപ്പിച്ചിട്ടില്ല, സ്കൂൾക്കും പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ. അതോടുകൂടി പനി മാറുകയും ചെയ്തു. അപ്പൊ ഒലിക്ക് രണ്ടാക്കുള്ള കഞ്ഞിക്കുള്ള വക ഞാൻ തീമട്ടിക്കണം കേട്ടോ. പിന്നെ ഓൽക്ക് അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നോൽമ്പൊക്കെ ആകുമ്പോൾ വല്ലാണ്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാതും ഒന്ന് ക്ലീൻ ആക്കി വെച്ചതുകൊണ്ട് ഡെയിലി ചെയ്യണ ആ ഒരു മിനിമൽ ക്ലീനിങ് ഇങ്ങനെ ചെയ്തു പോകാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സലാമത്തായിട്ടോ. പിന്നെ ഞാൻ ഒരു 10-11 ആകുമ്പോഴത്തേന് ആ പണികളൊക്കെ തീർന്നാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടേ കിച്ചണിൽ കയറുള്ളൂ കേട്ടോ. ഇന്നലെ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് കറണ്ട് ഇല്ല കേട്ടോ. ഇവിടെ അടുത്തൊക്കെ കുറെ പോസ്റ്റുകളൊക്കെ പൊട്ടി ആകെ താറുമാറായി കിടക്കുകയാണ്. അപ്പൊ ഇന്നലെ ഒരു 10 മണിക്ക് കറണ്ട് വന്നു. പിന്നെ ഇന്ന് രാവിലെ 8 മണി തൊട്ട് കറണ്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആവോളം കറണ്ടില്ല. പിന്നെ ഇന്ന് കുഞ്ഞുട്ടിക്കൊക്കെ നമ്മളെ ഈ ചുറ്റു കൂടെ തന്നെയാണ് കേട്ടോ പണി. പോസ്റ്റൊക്കെ ഇഷ്ടംപോലെ പൊട്ടിയതുകൊണ്ട് ഓൽക്ക് പണിയുണ്ട് കേട്ടോ. അപ്പം നമ്മളെ എഗ്ഗ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിന്ന് മുട്ട ബജി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ഞാൻ എഗ്ഗ് ബോയിലറിൽ ഇട്ടിട്ടാണ് കേട്ടോ പുഴുങ്ങിയെടുക്കല്. ഇന്ന് കറണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഗ്യാസിനെ തന്നെ ആശ്രയിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറുമക്കറിയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും സവോളയും പിന്നെ നമ്മളെ കിഴങ്ങും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തല്ല, അതിന്റെ തൊലിയൊക്കെ ഒന്ന് വരണ്ടി എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നമ്മളെ മുട്ട ഒന്ന് തളിച്ചതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് കുറച്ച് നേരം അടച്ചേക്കും കേട്ടോ. ഒരു ചൂടാറിന് വരെ അടച്ചതിന് ശേഷമാണ് പിന്നെ അത് എടുത്ത് പൊളിച്ചോളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞ ഒരാൾ വന്നിക്കണ്. അപ്പോൾ ഓന് ഞാൻ കഞ്ഞിയൊക്കെ ഇതാ ഇട്ട് കൊടുത്തിക്കണ് കേട്ടോ. കഞ്ഞിയൊക്കെ പിന്നെ ആള് ഒറ്റക്ക് തന്നെ പോയി കുടിച്ചു. അവിടെ കൂട്ടാനൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ. ഇന്നിപ്പോ ഉരുളക്കിഴങ്ങ് കുറവും ക്യാരറ്റ് കുറച്ച് തോനെയാണ് കേട്ടോ. ഇവിടെ ക്യാരറ്റ് ഇഷ്ടമല്ല കേട്ടോ. കുറുമക്കറിയിൽ ക്യാരറ്റ് അധികം കടിച്ചിന് ഇഷ്ടമല്ല. ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഉടഞ്ഞ് ഇതാവുമല്ലോ. അപ്പൊ ഇന്നെന്തായാലും ഇങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ ആ സമയത്താണ് കിഴങ്ങ് കഴിഞ്ഞത് ഓർത്ത് കേട്ടാ. അതിന്റെ അടുക്ക് അവിടെ രണ്ടാൾക്കാരതാ മുകളിൽ വന്ന് നിൽക്കണ കേട്ടോ. ഇന്ന് ഇപ്പച്ചിക്ക് ഈ പരിസരത്ത് കൂടെ തന്നെയാണ് പണി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പച്ചി പോസ്റ്റ് മെരിക്കണത് ഇവിടെ കാണുന്നുണ്ട് ഇറങ്ങാണ്ടാണ് ഇവിടെ ഒരുത്തൻ ടാങ്കമ്മ കയറി വന്ന് നിൽക്കണ കേട്ടോ.
അതിന്റെ കൂടെ ഇവിടെ ഒരുത്തന് വേറെ വന്ന് നോക്കാൻ വേണ്ടി നിന്നിക്കണ് കേട്ടോ. അപ്പോൾ രണ്ടാളും എന്താ കാട്ടണത് നോക്കാൻ വേണ്ടിക്കാണ്ട് വന്നതാണ് ഞാൻ. ഒരുത്ത ഇവിടെ പനിയാണെന്നൊക്കെ പറഞ്ഞാണ്ട് സ്കൂള് മുടക്കിയപ്പോ ഓന്റെ പനി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓലെ തൊളിച്ച് താഴത്തേക്ക് തന്നെ ആക്കി ഞാനിതാ തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുറുമക്കറി ഉണ്ടാക്കിയേക്കാം. ഇത് തേങ്ങ അരച്ച് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. തേങ്ങ അരക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് വന്നിട്ട് വേണം. നമ്മള് വെളിച്ചെണ്ണ കുപ്പി പൊട്ടിയതിന് ശേഷം മുതൽ നമ്മളെ വെളിച്ചെണ്ണ തൂക്കാത്രത്തിലായിട്ട് ഞാൻ വെച്ചേക്കല്. അതിനൊരു വെളിച്ചെണ്ണ കുപ്പി വാങ്ങാൻ ഇതുവരെ കൂടിയിട്ടില്ല. എന്തോ വാങ്ങാനൊരു മടിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ ഞാന്. അപ്പൊ ഇതൊക്കെ ഒന്ന് എല്ലാതും ഒന്നിച്ചിട്ട് കുക്കറിൽ അടിച്ചാലും മതി. ഞാൻ പിന്നെ കുറച്ച് കുക്കറിൽ എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് സവാള ഒന്ന് വഴറ്റി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി പിന്നെ നമ്മളെ ക്യാരറ്റും കിഴങ്ങൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാൻ കേട്ടോ. ഇത് സംഗതി ഇപ്പോൾ വേവിച്ച് വെക്കുള്ളൂ. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള അരപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് വന്നിട്ട് വേണം. പിന്നെ ഞാൻ മുട്ട ബജി ഉണ്ടാക്കാനുള്ള മാവ് ഒന്ന് കൂട്ടിയേക്കാന്ന് വിചാരിച്ച് കടലപ്പൊടി ഉണ്ടായിനി അത് എടുത്ത് തട്ടിക്കണം കേട്ടോ. പിന്നെ അതിക്ക് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് വെക്കുന്നത്. അരിപ്പൊടിയും പിന്നെ കുറച്ച് അപ്പസോടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ അടുക്ക് ഞാൻ മിക്സ് ചെയ്തോളാന്ന് വന്നിട്ട് പറഞ്ഞിട്ട് ഒരുത്തം വന്നുകാണ്ട് തൈര് കടിയും പോലെയൊക്കെ കടിഞ്ഞെടുത്ത് മിക്സാക്കി കുറച്ച് ലൂസാക്കി തന്നിട്ടുണ്ട് കേട്ടോ മാവ്. ഇപ്പുറത്താണ് ഇവിടെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മണ്ണത്തിലല്ല കാര്യം, എണ്ണത്തിലാണെന്ന് പറഞ്ഞ പോലെ ഞാൻ 2 എണ്ണല്ല ആക്കണത് 4 പീസാക്കിയിട്ടാണ് ആക്കണത് കേട്ടോ. അപ്പൊ എണ്ണം കൂടുമല്ലോ, വണ്ണം കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, എണ്ണം തോനെ വേണമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു മുട്ട 4 പീസാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. 2 പീസാകുമ്പോൾ 10 എണ്ണല്ലേ ഉണ്ടാവുള്ളൂ, 4 പീസാകുമ്പോൾ 20 എണ്ണം ഉണ്ടാവും. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പീസാക്കി എടുത്ത് വെച്ചിക്കണ്. പിന്നെ നമ്മൾ തൽക്കാലം നമ്മളെ കറി മാറ്റി വെച്ചിക്കണ് കേട്ടോ. ഇനി നമുക്ക് പൊരി ഉണ്ടാക്കാം. കറിക്ക് ബാക്കി ഇതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് വന്നിട്ട് വേണം. ഇനിയിപ്പോൾ കറണ്ട് വരൂലെന്ന് വെച്ചെങ്കിൽ അപ്പം ഞാൻ പാലൊക്കെ ഒഴിച്ചിങ്ങാണ്ട് സെറ്റാക്കാന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെന്ന് ഞാൻ നമ്മളെ പുതിയ ചട്ടിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് കുറച്ച് കുണ്ടുള്ള ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മുക്കി പൊരിക്കാനൊക്കെ അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അളവ് എത്രയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ കമൻറ്റിൽ. ഇതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല. ഈ ഒരു ചട്ടിക്ക് 1050 കേട്ടോ ആവണത്. നല്ല കട്ടിക്കാനുള്ള ചട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. തുരുമ്പോ ഒന്ന് പൊരിച്ചാൽ അതിങ്ങനെ നോക്കിയാൽ മതി. അപ്പം നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്ത് വെച്ചാൽ തുരുമ്പൊന്നും പിടിച്ചൂല. അപ്പോൾ ചിലരൊക്കെ കാസ്റ്റ് അയൺ പോട്ട് ഉപയോഗിക്കലുണ്ട് എന്ന് പറഞ്ഞു. അതും നല്ലൊരു കാര്യമാണ്. കാസ്റ്റ് അയണിനാവുമ്പോൾ അതിൻ്റെ ആ ഒരു അയൺ കണ്ടന്റ് കൂടി കിട്ടുമല്ലോ നമ്മളതേക്ക്. അപ്പോൾ ഇതിൻ്റെതും ദോശാപാനേൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രം വാങ്ങുകയാണെങ്കിലും ഇനിയിപ്പോൾ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇതും ദോശാപാനും അങ്ങനെ കോമ്പോസെറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും കേട്ടോ. പല രീതിയിലും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ പറ്റും ഏതൊക്കെ പാത്രങ്ങൾ ഉള്ളതാണ് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ മുട്ട ബജിയൊക്കെ പൊരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ടേനി. അപ്പൊ അതിക്ക് വേറെ ബാലൻസ് ഉരുളക്കിഴങ്ങോ പച്ചക്കായോ ഒന്നുമില്ല ഇനി കേട്ടോ. അതിന് ബജി മുളകൊന്നുമില്ല. ഞാൻ തൽക്കാലികം ഇതുണ്ടല്ലോ മറ്റേ ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പൊളിച്ചു കണ്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാണ്ട് ചെയ്തത്. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു കഴിക്കാൻ എന്നുള്ളത് എനിക്കറിയില്ലേനു. കാരണം അത് ഈ 2 ചങ്ങായിമാരുണ്ടല്ലോ നോമ്പുങ്ങളമാര്, ഒരു 2 അത് തിന്ന് തീർത്തിട്ടുണ്ടേനി കേട്ടോ. തുറക്കാനൊന്നും ആ ഓണിയൻ റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മാവ് കുറച്ച് ലൂസ് പോയിനി, അതുകൊണ്ട് പിന്നെ ഞാൻ ആ മാവ് എടുത്തേച്ചില്ല. അതുകൊണ്ട് ബാക്കി ഇതും കൂടി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഈ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കിയെന്നല്ലാതെ ഈ മുട്ട ബജി ഞങ്ങൾക്ക് തുറക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടായില്ല. അതെന്താന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. ഈ ഉള്ളി ഇങ്ങനെ പൊരിച്ചതും നല്ല ഭംഗിയല്ലേ, നല്ല രസമുണ്ടായിന്ന് മക്കള് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാളെ കരയത്ത് കയറ്റിയിട്ട് നിങ്ങൾ കണ്ടീനു. ഞാനത് സൈഡിൽ കിട്ടതാ. അത് ആ കരയത്ത് പോയി ഇങ്ങോട്ട് പറ്റി പിടിച്ച് നിന്ന്. ഏതായാലും ഞാനതൊക്കെ ഇളക്കിയെടുത്ത് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. അതൊരു 2 ട്രിപ്പ് പൊരിച്ചാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അപ്പോഴത്തേന് ആ മാവ് കലാസായിട്ടുണ്ടായിന്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അജു ഇവിടെ മറ്റേ ചാമ്പക്കൊക്കെ കുറച്ചൊന്ന് കാട്ടി തരുന്നുണ്ടേ. തരിക്കഞ്ഞി ഇന്നൊരു
എന്താ പറയാ ഞാൻ ഒരു ഷോർട്സിൽ ഉണ്ടാക്കിയില്ലേ അതുപോലെ ഞാൻ ശരിക്കും ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇന്നങ്ങനെ ശരിക്കും വട്ടത്തിന് ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് എല്ലാം കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു കലക്കസമാവാതി ഉണ്ടാക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട്. ഇന്നലത്തെ അതേപോലത്തെ കാറ്റും മഴയും ഇന്നും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നങ്ങനെ പെയ്തതൊന്നുമില്ല. ഞങ്ങളെ വന്ന് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് പോയതേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പേടിയൊക്കെ കണ്ട് കണ്ട് കാറ്റും മഴയൊക്കെ വഴി മാറി സഞ്ചരിച്ചതാണ് തോന്നുന്നുണ്ട്. അതായത് ഞാൻ റവയും സേമിയനൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് തീക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഇട്ടുകാണ്ട് ഒരു ഇത് ഉണ്ടാക്കിക്കണം കേട്ടോ. പിന്നെ ഉള്ളി ഞാൻ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതുകൊണ്ട് വേഗം ഒരു ഉള്ളി എടുത്തിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചിട്ട് നെയ്യിൽ മൂപ്പിച്ചിട്ട് നമ്മളെ തരിക്കഞ്ഞിക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വൈകുന്നേരത്തിനുള്ള സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മുട്ടയും 3-4 മുട്ട എടുത്തിക്കണേ. അതിൽ കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ. നമ്മളെ ദോശ പാനിലാണ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കണേ. അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട ബജി ഉണ്ടാക്കിയല്ലോ. അതെന്താ വെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുട്ടിക്കൊക്കെ പണി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തു, ഒരു കുറച്ച് പണിക്കാരും ഉണ്ട് ഒപ്പം. അപ്പം ഞാൻ ആ ഉണ്ടാക്കിയ മുട്ട ബജി ചായ ഉണ്ടാക്കിയിട്ട് അജുവിൻ്റെ അടുത്ത് ചായ കൊടുത്തയച്ചിട്ടോ ഓൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓൾക്ക് നല്ല മെനക്കെട്ട പണിയായതുകൊണ്ട് പണിക്ക് പോണ ദിവസങ്ങളിൽ അങ്ങനെ നോമ്പ് ഉണ്ടാവില്ല കേട്ടോ കുഞ്ഞുട്ടിക്ക്. അങ്ങനെ നോമ്പ് പോയിട്ട് പോയിട്ട് ഒരു ദിവസം ആള് തലമിന്നി വീണതൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ആളങ്ങനെ പോരൂല. ഇപ്പോഴത്തെ നല്ല വെയിലും അല്ലേ. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഉണ്ടാക്കി മുട്ട ബജിയും ആ ചായയും ഞാൻ ആ പണിക്കാർക്ക് കൊടുത്തയച്ചു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും മുട്ടയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കടലപ്പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മക്കള് വന്നതിന് ശേഷം സ്കൂളിൽ വന്നതിന് ശേഷം അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ മുട്ട കിട്ടി, പക്ഷേ കടലപ്പൊടി കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അതിൽ പിന്നെ ഞാൻ വിചാരിച്ച് ബ്രെഡ് വെച്ചിട്ട് എന്നപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തട്ടിക്കൂട്ടി ബ്രെഡ് ടോസ്റ്റൊക്കെ ശരിയാക്കിട്ടോ. അപ്പം സാധാരണ ഇങ്ങനെ പ്ലേറ്റ് സെറ്റ് ചെയ്യുകയൊന്നും ഞാനല്ല. പക്ഷെ ഇന്നിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാക്കി പണിയൊന്നും നടന്നിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു 5:30 ആയ സമയത്ത് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഞാൻ വേഗം അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ അരച്ചിട്ട് നമ്മൾ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ സെറ്റാക്കിട്ടോ. കറണ്ട് വൈകുന്നേരം ആകുമ്പോൾ നോക്കുക, എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കാന്നുള്ള ആ ഒരു ഇതിൽ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുറന്ന ഉടനെ ഒന്നും ചായ കുടിക്കൂലല്ലോ. പിന്നെ എനിക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ടോ. ഇത് തൂമിച്ചെടുക്കൊന്നും വേണ്ട, നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മളെ അപ്പത്തിലുള്ള മാവൊക്കെ അരച്ച് നമ്മളെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ടായിട്ടോ. ഇന്നത്തെ ടേബിളൊക്കെ സെറ്റ് ചെയ്യണത് ഞാൻ തന്നെയാണ്. മക്കള് കുളിച്ചിന തിരക്കിലാണ്, അതുകൊണ്ട് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ വിശേഷങ്ങൾ. ഇതുവരെയൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും കൂടെ ഉണ്ടാവില്ല. അപ്പം എന്നായിക്കോട്ടെ, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.